പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരുന്നത് ട്രിഗോണമിതി എന്ന് പറയുന്ന നമ്മുടെ 10ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം ഭാഗങ്ങളായിരുന്നു. മുൻ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്ക് തുല്യമായ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകൾ. 2 ത്രികോണങ്ങൾ അതിന്റെ 3 വശങ്ങൾ തുല്യമായ വശങ്ങൾക്കെതിരെ വരുന്ന കോണുകൾ തുല്യമായിരിക്കും. ഇത്തരത്തിലുള്ള ത്രികോണങ്ങളെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വീണ്ടും സദൃശ്യ ത്രികോണങ്ങൾ എന്താണെന്ന് പറഞ്ഞു. 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 കോണുകൾക്ക് തുല്യമായാൽ, ഇവിടെ ആദ്യം വശങ്ങളാണ്, ഇവിടെ കോണുകളാണ്. കോണുകൾക്ക് തുല്യമായ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും. ഇവിടെ തുല്യമായിരിക്കും, തുല്യമാകാം, പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഒരേ അംശബന്ധത്തിലായിരിക്കും എന്നാണ്. ഒരേ അംശബന്ധത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ത്രികോണങ്ങൾ എന്താണ് വിളിക്കുന്നത്? സദൃശ്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നു എന്ന് നമ്മൾ പഠിച്ചതാണ്. വീണ്ടും നമ്മൾ പഠിച്ചതാണ് റൂട്ട് 2, റൂട്ട് 3 എന്നൊക്കെ തുടങ്ങിയ ഇതിന്റെ മൂല്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഒരു യൂണിറ്റ് പാദവും ഒരു യൂണിറ്റ് ലംബവുമായി വരുന്ന മട്ടത്രികോണത്തിന്റെ കർണം എന്ന് പറയുന്നത് റൂട്ട് 2 ആണെന്ന് നമ്മളന്ന് പഠിച്ചു ഓർമ്മയില്ലേ? പിന്നെ അതിനുശേഷം നമുക്ക് റൂട്ട് 3 വരയ്ക്കാം, അങ്ങനെ തന്നെ റൂട്ട് 5 വരയ്ക്കാം, അങ്ങനെ മുമ്പോട്ട് എത്ര വേണമെങ്കിലും വരയ്ക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പുതിയ സംഖ്യകൾ എന്ന് പറഞ്ഞ അധ്യായത്തിൽ പഠിച്ചതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. പിന്നെ 45, 90 ഡിഗ്രി കോണളവുള്ള ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു അത്? 1:1:√2 എന്നുള്ളതായിരുന്നു ഇല്ലേ? അത് വെച്ച് നമ്മൾ കുറെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തതാണ്. നമുക്ക് തന്നിരിക്കുന്നത് കർണത്തിന്റെ നീളമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കർണത്തിന്റെ നീളമാണെങ്കിൽ മറ്റ് 2 വശങ്ങൾ നമുക്കറിയാമല്ലോ. കർണത്തിന്റെ നീളം തന്നിട്ടുണ്ട്, മറ്റ് 2 വശങ്ങളുടെ നീളം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കർണത്തിന്റെ നീളം കണക്കാക്കാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? റൂട്ട് 2 കൊണ്ട് കർണത്തിന്റെ നീളം അറിയാമെങ്കിൽ മറ്റു 2 വശങ്ങൾ കണക്കാക്കാനായിട്ട് കർണത്തിന്റെ നീളത്തെ റൂട്ട് 2 കൊണ്ട് ഭാഗിക്കും എന്ന് നമ്മൾ ചെയ്തതാണ്. കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ്. 45 ഡിഗ്രി കോണിനെതിരെ വരുന്ന വശങ്ങൾ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ കർണത്തിന്റെ അളവ് കണക്കാക്കാനായിട്ട് റൂട്ട് 2 വെച്ച് ഗുണിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഓർമ്മയുണ്ടല്ലോ? ഇതുപോലെ ഒരു ത്രികോണം, ഒരു മട്ടത്രികോണം, അതിന്റെ 2 വശങ്ങൾ റൂട്ട് 45 ഡിഗ്രി വെച്ച്, മറ്റേ വശത്തിലാണ് 90 ഡിഗ്രിയാണ്, മട്ടത്രികോണമാണ്. അതിന്റെ വശങ്ങളുടെ അംശബന്ധം എങ്ങനെയായിരുന്നു? 1/√2 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് നമ്മൾ പഠിച്ചു. വീണ്ടും നമ്മൾ പഠിച്ചത് അത് വെച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. എന്താണ് ചെയ്തിരുന്നത്? ഓർമ്മയുണ്ടല്ലോ? നമ്മൾ ഇപ്രകാരം ത്രികോണം തന്നു കഴിഞ്ഞാൽ ABC എന്ന് പറയുന്ന ത്രികോണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വശം നമുക്കറിയാവുന്നുണ്ടെങ്കിൽ, കർണമല്ലാത്ത ഒരു വശം നമുക്കറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? കർണത്തിന്റെ അളവ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ അംശബന്ധം എന്താണ്? 1:1:√2 എന്ന് പറയുന്ന അംശബന്ധത്തിലായതുകൊണ്ട് തന്നെ ഇതിന്റെ കർണത്തിന്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്തിരുന്നത് ഒരു വശത്തെ റൂട്ട് 2 വെച്ച് ഗുണിക്കും. അങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്? 8√2 ആണ് ഈ വശത്തിന്റെ അളവ് നമ്മൾ കണ്ടുപിടിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിച്ചത്? മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അതായത് നമുക്ക് ഒന്നിനെ എങ്ങനെ റൂട്ട് 2 ആക്കി മാറ്റാം, അതായത് BC കണ്ടുപിടിക്കാൻ. BC എന്ന് പറയുന്നതിന്റെ വശത്തിന്റെ അംശബന്ധം എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ആണ് അല്ലെ? റൂട്ട് 2 ആണെന്നുണ്ടെങ്കിൽ ഒന്നിനെ റൂട്ട് 2 ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് 2 വെച്ച് ഗുണിക്കുന്നു. റൂട്ട് 2 വെച്ച് ഗുണിക്കുമ്പോൾ അതിന് റൂട്ട് 2 ആവും. അല്ലെങ്കിൽ 8 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ റൂട്ട് 2 വെച്ച് ഗുണിക്കുമ്പോൾ 8√2 എന്ന് കിട്ടും. നമ്മൾ ചെയ്തതാണ്, പല പ്രോബ്ലംസ് ചെയ്യുന്നതാണ്. വീണ്ടും നമ്മൾ പഠിച്ചതാണ് എന്ത്? മറ്റൊരു ത്രികോണത്തിന്റെ പ്രത്യേകത. കോണുകൾ 30, 60, 90 ഡിഗ്രി ആയ ത്രികോണങ്ങളുടെയും വശങ്ങൾ
3:2 എന്ന അംശബന്ധത്തിലായിരിക്കും. ഇപ്പോൾ തന്നിരിക്കുന്നത് പോലെയുള്ള ഒരു ത്രികോണമാണെന്നുണ്ടെങ്കിൽ മറ്റു ത്രികോണം അതിന്റെ രണ്ട് വശങ്ങൾ 30, 60 എന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ വശങ്ങളുടെ അംശബന്ധം എന്തായിരിക്കും? 1:3:2. 30 ഡിഗ്രി വരുന്ന കോണിന്റെ എതിർവശത്ത് വരുന്ന വശം 1, 60 എതിരെ വരുന്ന വശത്തിന്റെ അളവ് √3, 90 എതിരെ വരുന്ന വശത്തിന്റെ ഇത് 2 ആ ഒരു അംശബന്ധത്തിലായിരിക്കും. അളവായിരിക്കും എന്നുള്ളതല്ല, അംശബന്ധത്തിലായിരിക്കും. 30 വരുന്ന ഭാഗം 1 ആണെന്നുണ്ടെങ്കിൽ 90 വരുന്നത് 2 ആയിരിക്കും. 30 ഭാഗം വരുന്നത് 2 ആണെന്നുണ്ടെങ്കിലോ 90 ഭാഗം വരുന്നതോ 4 ആയിരിക്കും അല്ലെ? ഇവിടെ 30 വരുന്നതിന്റെ ഇരട്ടി ആയിരിക്കും 90 വരുന്നത്. അതാണ് ഇതിന്റെ അർത്ഥം. 30 വരുന്നത് 1 ആയതുകൊണ്ട് അതിന്റെ ഇരട്ടി, അതായത് 2 ആയിരിക്കും. അതേപോലെ തന്നെ 30 വരുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ 60 വരുന്നതോ √3 ആയിരിക്കും. അത് √3 വെച്ച് ഗുണിച്ചാൽ മതി. തന്നിരിക്കും അവിടെ വരുന്ന അളവിനെ √3 വെച്ച് ഗുണിച്ചാൽ മതി. 90 വരുന്ന വശമാണ് നമുക്ക് തന്നിരിക്കുന്നുണ്ടെങ്കിലോ, ഇത് നോക്കിക്കേ, 90 വരുന്ന വശമാണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് 2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും 30 വരുന്ന വശം അല്ലെ? 90 വശം 10 ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 30 വരുന്ന വശം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 10ന്റെ പകുതി 10/2 ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ അളവ് കിട്ടുന്നത്. അതായത് 2/2 ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ അളവ് 1 കിട്ടിയത്. അതുപോലെ 10/2 ചെയ്യുമ്പോൾ ഇത് കിട്ടും. 90 തന്നിട്ടുണ്ട്. അപ്പം 60 ഭാഗം കണ്ടുപിടിക്കണമെങ്കിലോ ഇത് √3 ആണ്. ഈ 2നെ എങ്ങനെ √3 ആക്കാൻ കഴിയും? 2നെ √3 ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 2നെ നമുക്ക് √3 ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ 2 വെച്ച് ഭാഗിച്ചിട്ട് √3 വെച്ച് ഗുണിച്ചാൽ മതിയല്ലേ? അപ്പോഴല്ലേ √3 കിട്ടുന്നത്. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് നമുക്ക് കർണത്തിന്റെ അളവ് തന്നിട്ടുണ്ടെങ്കിൽ 60 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം കണ്ടുപിടിക്കുവാനായിട്ട് ചെയ്യേണ്ടത്. കർണത്തിന് എതിരെ വരുന്ന ഭാഗം നമുക്ക് 10 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ ചെയ്യുന്നത്? 10നെ 2 വെച്ച് ഹരിച്ചിട്ട് √3 വെച്ച് ഗുണിച്ചാൽ മതി. 10നെ 2 വെച്ച് ഹരിക്കുമ്പോൾ 5, √3 വെച്ച് ഗുണിക്കുമ്പോൾ 5√3 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് കഴിഞ്ഞ ദിവസം പ്രവർത്തനങ്ങളിൽ നമ്മൾ ചെയ്തതാണ്. അതിനുള്ള നോട്ടുകളെല്ലാം നമുക്ക് തന്നതാണ്. ഈ നോട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നവർ ഏത് ചോദ്യം ചോദിച്ചാലും ഇതുപോലെ സൈഡിൽ ത്രികോണം വരച്ചിട്ട് അതനുസരിച്ച് നമ്മൾ ചെയ്തു വെക്കേണ്ടതാണ്. ഓക്കെ, ഇതുപോലെല്ലാം കഴിഞ്ഞ ദിവസം പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടുപിടിച്ചത് നിങ്ങളെല്ലാം ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം കൂടെ ചെയ്യാം. ചുവടെ കാണിച്ചിരിക്കുന്ന സമാന്തരികത്തിൽ താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കുക. രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? സമാന്തരികത്തിന്റെ പരപ്പളവും കണക്കാക്കുക. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? താഴത്തെ സമാന്തരികമാണെങ്കിൽ അതിന്റെ എതിരെ വരുന്ന വശങ്ങൾ എന്താണ്? സമാന്തരമാണ്, തുല്യവുമായിരിക്കും. എതിരെ വരുന്ന വശങ്ങൾ സമാന്തരമാണ്, തുല്യവുമായിരിക്കും. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വശങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കുക. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ സമാന്തരികത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. വശങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു നീളമാണ് കണക്കാക്കേണ്ടത് അല്ലെ? ഒരു ലംബം വരച്ചാൽ ആ ലംബത്തിന്റെ നീളമാണ് നമുക്ക് കണക്കാക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ഉയരമാണ് കണക്കാക്കേണ്ടത് അല്ലെ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ ലംബം വരച്ചപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഒരു ത്രികോണം ഇവിടെ ഉണ്ടായി കഴിഞ്ഞു. ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് 90 ആണ്. ലംബമായതുകൊണ്ട് 90 ആണ്. ഒരു വശം 45 ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വശം എങ്ങനെ കണ്ടുപിടിക്കും? 90ൽ 180 കുറയ്ക്കണം, 45 + 90, അപ്പോൾ 45 എന്ന് കിട്ടും അല്ലേ? 45 എന്ന് നമുക്ക് കിട്ടും. 45 ഡിഗ്രി നമുക്ക് കിട്ടി. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഈ ത്രികോണം നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലത്തെ ത്രികോണമാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? രണ്ട് വശങ്ങൾ 45 ആണ്, ഒരു വശം 90 ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ വശങ്ങളുടെ അംശബന്ധം എന്താണ്? അങ്ങനെ ഒരു ത്രികോണം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 1/√2 എന്ന് പറയുന്ന അംശബന്ധത്തിലായിരിക്കും അല്ലേ? തുല്യമായ വശങ്ങൾക്കെതിരെ വരുന്ന വശങ്ങൾ തുല്യമായതുകൊണ്ട് 45-നെതിരെ വരുന്ന ഇതും
ഈ 45-നെതിരെ വരുന്ന ഈ ലംബമായിട്ടുള്ളതും തുല്യമാണ്. അതുകൊണ്ട് അത് രണ്ടും ഒന്നാണ്. അതിനെ ഈ കർണമെന്ന് പറയുന്നത് √2 അംശബന്ധം പറയുമ്പോൾ. അങ്ങനെയെങ്കിൽ മറ്റു വശങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർണം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉയരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കർണത്തെ എന്ത് ചെയ്യണം? √2 വെച്ച് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് ഇതിന്റെ ഉയരം. ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും? കർണത്തെ √2 വെച്ച് ഭാഗിക്കുന്നു. 2 ഭാഗം √2. 2 ഭാഗം √2. 2 എന്ന് പറഞ്ഞതിനെ നമുക്ക് √2 ഗുണം √2 നമുക്ക് എഴുതാം അല്ലേ? ഭാഗം √2 സമം എന്ത് കിട്ടി? √2. ഇതിന് ഉയരം എത്ര കിട്ടി? √2 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? സമാന്തരികത്തിന്റെ പരപ്പളവ് കണക്കാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. പരപ്പളവ് എങ്ങനെ കണക്കാക്കുന്നത്? ഒരു സമാന്തരികത്തിന്റെ പരപ്പളവ് കണക്കാക്കുക നമുക്കറിയാം. എന്ത്? അതിന്റെ ഉയരം ഗുണം അതിന്റെ നീളമാണ് അല്ലേ? ഒരു സമാന്തരികത്തിന്റെ ഒരു ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതിന്റെ L ഗുണം B. L ഇൻറ്റു B ആണ് അതിന്റെ പരപ്പളവ്. ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതായത് ഇവിടെ സമാന്തരികമായതുകൊണ്ട് തന്നെ അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം. അതിന്റെ പാദത്തിന്റെ നീളം പിന്നെ ഗുണം ഉയരമാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ എടുത്ത് എഴുതാം. നമുക്ക് √2 കിട്ടി. സമാന്തരിക വിസിഡിയിൽ താഴത്തേതും മുകളിലത്തേതും വശങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് DE ആണ്. DE നമ്മൾ കുത്തി വരച്ചിരിക്കുന്ന DE. അത് നമ്മൾ കണ്ടുപിടിച്ചു. അതെങ്ങനെ കണ്ടുപിടിച്ചെന്നെല്ലാം എഴുതിയിട്ടുണ്ട്. √2 കിട്ടിയത് വരെ നമുക്ക് മനസ്സിലായല്ലോ. √2 വരെ നമുക്ക് കിട്ടി. വീണ്ടും സമാന്തരത്തിന്റെ പരപ്പളവ് കണക്കാക്കുന്നത് AB ഗുണം DE. പാദത്തിന്റെ അളവ് അതായത് 4 സെന്റിമീറ്റർ ആണ്. ഗുണം DE നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. √2 ആണ്. 4 ഗുണം √2. 4 ഗുണം √2 4 √2 നമുക്ക് കിട്ടും അല്ലേ? വളരെ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നമുക്ക് മനസ്സിലാക്കണം. ചോദ്യം ഒന്ന് മനസ്സിലാക്കണം. അത് ചിത്രത്തിലേക്ക് ആക്കണം. തുടർന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. വീണ്ടും അടുത്തൊരു ചോദ്യം. ഇതേപോലെ തന്നെ ഒരു ചോദ്യമാണ്. ഒരേപോലെ തോന്നുന്ന ഒരു ചോദ്യം. ചുവടെ കാണിച്ചിരിക്കുന്ന സമാന്തരികത്തിൽ താഴത്തെയും മുകളിലത്തെയും വശങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കുക. സമാന്തരികത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. എങ്ങനെയാന്ന് നോക്കിക്കേ. നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെയല്ലേ? അതുപോലെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്നു. മുകളിൽ നിന്ന് താഴേക്ക് ലംബം വരയ്ക്കുന്നു. ലംബം വരച്ചപ്പോൾ അത് 90 ഡിഗ്രി ആയിട്ട് കിട്ടി. ഇത് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വശം എങ്ങനെ കിട്ടും? ഇത് 90 ആണ്, ഇത് 60 ആണ്. അപ്പൊ മൂന്നാമത്തെ വശം എത്ര വരും? 30 ഡിഗ്രി വരും അല്ലേ? 90 അധികം 60 എത്ര നിന്ന് കുറയ്ക്കണം? 180 നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് 30 ഡിഗ്രി എന്നും കിട്ടും. 90 അധികം 60 സമം 150. 180 നിന്ന് കുറയ്ക്കുമ്പോൾ 30 ഡിഗ്രി എന്ന് കിട്ടും. ഈ ത്രികോണം നോക്കിക്കേ, മറ്റൊരു വ്യത്യാസമല്ലേ? ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ രണ്ട് വശങ്ങൾ, ഒരു വശം 90-ഉം ഒരു വശം 30-ഉം ഒരു വശം 60-ഉമാണ്. അതിന്റെ അംശബന്ധം എത്രയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ? അതെങ്ങനെയാ? നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. നമ്മൾ ത്രികോണം വരച്ച് നോക്കുന്നു. ത്രികോണം വരയ്ക്കുമ്പോൾ അതിന്റെ 30 ഇത് 30-ഉം ഇത് 60-ഉം ഇത് 90-ഉം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അംശബന്ധം എന്തായിരിക്കും? 1/√3/2 ആണല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റു വശങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കിവിടെ ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത്. 30-ന് സൈഡിലുള്ള വശമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 2 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? √3 ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ വശങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇക്വേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. നോക്കിക്കേ, സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കേ. നമുക്ക് അങ്ങനെ √3 ആണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അങ്ങനെ √3 ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സമാന്തരികത്തിന്റെ പരപ്പളവ് കണ്ടെത്താൻ വളരെ എളുപ്പമല്ലേ? എങ്ങനെയാണ്? നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ പാദത്തിന്റെ നീളം ഗുണം ഉയരം √3. എങ്ങനെയാണ് ഉയരം കിട്ടിയതെന്ന് മനസ്സിലായല്ലോ? നമുക്ക് 2 AD ഭാഗം 2 ഗുണം
√3 നമ്മൾ നേരത്തെ ചെയ്തതാണ്. 30, 60, 90 എന്നുള്ള